ഇന്ത്യയിൽ 18 ക്യാരറ്റ് സ്വർണ്ണത്തിന് ഭയങ്കരമായിട്ട് ഡിമാൻഡ് കൂടുന്നു എന്നൊരു പത്രവാർത്ത, അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വീഡിയോ എന്ന് പറയുന്നത്. എന്താണ് ഈ 18 ക്യാരറ്റ് 22 ക്യാരറ്റ് എന്നൊക്കെ പറഞ്ഞാൽ മീൻ ചെയ്യുന്നത്? മറ്റൊന്നുമല്ല, പ്യുവർ സ്വർണ്ണം എന്ന് പറഞ്ഞാൽ 24 ക്യാരറ്റ് ആണ്. അപ്പം 22 ക്യാരറ്റ് ആകുമ്പം അതിൽ 916 ഗോൾഡ് എന്നാണ് പറയാൻ. അതിന്റെ കാര്യം 1000 മില്ലിഗ്രാം ഗോൾഡ് എടുക്കുമ്പോൾ അതിൽ 916 മില്ലിഗ്രാമേ സ്വർണ്ണം കാണും, ബാക്കി ചെമ്പായിരിക്കും. ഇനിയിപ്പം 22 ക്യാരറ്റിന്റെ സ്ഥാനത്ത് 18 ക്യാരറ്റ് ആണെങ്കിലോ അപ്പൊ അതിൽ 75% സ്വർണ്ണമേ കാണും, ബാക്കി 25% എന്ന് വെച്ചാൽ വെള്ളിയും കോപ്പറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അപ്പൊ സ്വാഭാവികമായിട്ട് ഈ 18 ക്യാരറ്റ് സ്വർണ്ണത്തിന് ഡെയിലി വേറെ ആഭരണങ്ങൾ കൊണ്ടാക്കാൻ കൂടുതൽ നല്ലതായിരിക്കും. കാരണം എന്ന് വെച്ചാൽ അത് കൂടുതൽ ശക്തമായിരിക്കും. കോപ്പറിന്റെ അളവൊക്കെ കൂടുന്തോറും സ്വർണ്ണത്തിന്റെ ആ ഒരു കാഠിന്യം കൂടും. അപ്പൊ അതുകൊണ്ട് ഇന്നത്തെ യുവാക്കൾ കൂടുതലും പ്രിഫർ ചെയ്യുന്നത് ഈ 18 ക്യാരറ്റ് സ്വർണ്ണങ്ങളാണെന്നാണ് പറയുന്നത്. അത് മാത്രമല്ല എന്റെ കാരണം, ഈ സ്വർണ്ണത്തിന്റെ അളവ് കുറയുമ്പോൾ സ്വർണ്ണത്തിന്റെ വില കുറയുമല്ലോ. അപ്പൊ ഇപ്പൊ 60,000 രൂപയ്ക്ക് മുകളിലാണ് ഒരു പവൻ സ്വർണ്ണത്തിന്റെ വില 22 ക്യാരറ്റിന്. അപ്പൊ അത് 18 ക്യാരറ്റ് ആയിട്ട് കുറയുമ്പോൾ അത് 49,000 രൂപയേ ഉള്ളൂ. അപ്പൊ സ്വാഭാവികമായിട്ട് നമുക്ക് വാങ്ങാനും കുറച്ചുകൂടെ ലാഭം എന്നല്ല, വാങ്ങാൻ കുറച്ചുകൂടെ അഫോർഡബിൾ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ആൾക്കാരുടെ ഇടയിൽ 18 ക്യാരറ്റ് സ്വർണം വലിയ തരംഗമായി മാറുകയാണ്. അപ്പൊ അതിന്റെ കണക്കുകളും പുറത്തു വന്നിട്ടുണ്ട്. 225 ടണ്ണോളം 18 ക്യാരറ്റ് സ്വർണ്ണമാണ് കഴിഞ്ഞ വർഷം ഇന്ത്യയിൽ വിറ്റത്. പിന്നെ മറ്റൊരു കാര്യം, ഇതെല്ലാം ഹാൾമാർക്കാണ്. 18 ക്യാരറ്റ് 22 ക്യാരറ്റ് ഹാൾമാർക്കാണ്. അതുകൊണ്ട് സ്വർണ്ണത്തിന്റെ ശുദ്ധതയെ കുറിച്ച് നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. അതേസമയത്ത് 14 ക്യാരറ്റ് 9 ക്യാരറ്റ് ആഭരണങ്ങൾ ഇന്ത്യയിൽ അവൈലബിൾ ആണ്. പക്ഷേ അതിൽ പ്യൂരിറ്റി അളക്കാനൊക്കെ പറ്റും. പക്ഷേ പ്യൂരിറ്റിയുടെ വിശ്വാസ്യത തെളിയിക്കുന്ന ഹോൾമാർക്കിംഗ് അതിൽ ഇതുവരെയും ഏർപ്പെടുത്തിയിട്ടില്ല.